ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും കൃഷും കൂടി പാരീസിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. സാരമില്ല സർ, എനിക്ക് സർ തന്നെയാണ് എൻ്റെ ലോകം. എനിക്ക് സാറിന് മാത്രം മതി. എവിടേക്കും പോകണ്ട, പാരീസിലേക്കും ഏത് സ്ഥലത്തേക്കും എനിക്ക് പോകണ്ട. സാറുണ്ടെങ്കിൽ മാത്രം എനിക്ക് അവിടെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെ ഉണ്ടാവും കൺമണി എന്ന് പറഞ്ഞിട്ട് കൺമണിയെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ കൃഷ്. ആ സമയത്ത് അച്ഛൻ അവിടെ വരുന്നുണ്ട്. അച്ഛനത് കാണുമ്പോൾ മനസ്സ് നിറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഭാഗ്യശ്രീയും അതുപോലെ ബലരാമനെയും കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഭാഗ്യശ്രീ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോൺസ്റ്റബിൾ എവിടെ ഏട്ടാ ചോദിക്കുമ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യം, എന്തായി മോളെ പോയത്? കൺമണിക്ക് ജാമ്യം കിട്ടിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണോ? എൻ്റെ മോള് വിചാരിച്ചാൽ സാധിക്കാത്തത് എന്താണുള്ളത്? എൻ്റെ മോള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അകത്താക്കാനും പുറത്താക്കേണ്ടവരെ പുറത്താക്കാനും സാധിക്കുമെന്ന് അറിയാം. നല്ലൊരു വക്കീലല്ലേ എൻ്റെ അനിയത്തിക്കുട്ടിയെന്ന് പറയുന്നു. താങ്ക് യു എന്ന് പറയാം ഏട്ടാ ചെയ്യുന്നത്. പിന്നെ ഏട്ടൻ ഇവിടുന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കണം. ഏട്ടൻ്റെ വിവാഹം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ എൻ്റെ ചിന്ത മൊത്തം. അതൊന്നും വേണ്ട മോളെ, വേണം ഏട്ടാ. കാരണം ഏട്ടൻ്റെ മനസ്സൊക്കെ മാറണം. ഇനി ആരെക്കുറിച്ചും ആലോചിക്കേണ്ട, അച്ഛാമ്മയെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. അമ്മയ്ക്കിട്ടൊരു പണി കൊടുത്തിട്ട് തന്നെ കൺമണി ജയിലിലേക്ക് പോയിട്ടുണ്ടാകുന്നത് എന്ന് പറയുന്നു. അതെന്താണ് മോളെ എന്ന് ചോദിക്കുമ്പോൾ, അവളെ അടിക്കാൻ വന്നപ്പോൾ അവൾ അടിച്ച് അങ്ങ് പഞ്ഞി കിട്ടു, അത് കിട്ടേണ്ടതാണ്. അപ്പോൾ അമ്മയ്ക്ക് കൂടുതൽ ദേഷ്യമാവുമല്ലേ ചെയ്യുക? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. കൺമണി ഒരു പാവം കുട്ടിയാണ്, പക്ഷേ ആ മനസ്സിൻ്റെ കരുത്ത് അവിടെ ശരീരത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടി കിട്ടുമ്പോൾ നല്ലപോലെ കിട്ടുന്ന ആൾക്കാർക്കെന്ന് പറയുന്നു. പിന്നെ അതൊന്ന് കുറിച്ച് ഏട്ടൻ വിഷമിക്കേണ്ട കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. ഞാൻ തിരയുന്നുണ്ട് നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൺമണിയെ പോലെ ഒരു കുട്ടിയെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഏട്ടന്. കാരണം ആ കുട്ടി ഒരു പാവം കുട്ടിയല്ലേ, നല്ല കുട്ടിയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഏട്ടൻ്റെ അനിയൻ മുന്നേ ബുക്ക് ചെയ്തില്ലേ, പിന്നെ എന്ത് ചെയ്യാനാണ്. അനിയനോ? അല്ല, കൃഷ് ഏട്ടൻ്റെ അനിയനെ പോലെയല്ലേ, പിന്നെ അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അവളൊരു പാവം കുട്ടിയാണ്, അതേപോലത്തെ ഒരു കുട്ടിയെ വേണം എൻ്റെ ഏട്ടന് കിട്ടാൻ. അതിന് ഞാൻ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഏട്ടന് ഏത് കുട്ടിയെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ആ കുട്ടിയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരും. താലി കെട്ടുമ്പോൾ പിറകിൽ നിന്ന് അത് ഉറപ്പിക്കാൻ ഈ അനിയത്തി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. കല്യാണമൊന്നും വേണ്ട, ആദ്യം എനിക്കൊരു അളിയൻ വരട്ടെ, മോളുടെ കല്യാണം ആദ്യം നടത്താമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ വരും ഏട്ടാ, പക്ഷേ ഏട്ടൻ്റെ കല്യാണം അതെൻ്റെ സ്വപ്നമാണ്, നടത്തണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ടുമാണ് ഇപ്പോൾ കണ്ടില്ലേ ഏട്ടൻ്റെ മുഖത്തൊരു ചിരിയും ഒക്കെ. കാരണം എനിക്ക് മനസ്സിലായി ഏട്ടനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം കഴിക്കണം, കുടുംബമായി ജീവിക്കണം. ഈ ഒരു സമാധാനക്കേടിൽ നിന്നൊക്കെ എൻ്റെ ഏട്ടൻ മുക്തനാവണം. അതെൻ്റെയും കൂടെ ആഗ്രഹമല്ലേ ഏട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ എന്നെ തമാശയായിട്ട് കളിപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കളിപ്പിക്കുമെന്നല്ല ഏട്ടാ, ഏട്ടൻ്റെ മുഖം കണ്ടാൽ അറിയില്ല എനിക്കെന്ന് പറയുന്നു. അങ്ങനെ അവളെ തല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അയ്യോ വേദനിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അയ്യോ ഏട്ടാ, അതൊന്നും കുഴപ്പമില്ല മോളെ, സ്റ്റിച്ചൊന്ന് വലിഞ്ഞതാണ്. മോള് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാവുകയല്ലേ ചെയ്തത്. മോളെ എനിക്ക് സമാധാനമാണ് തന്നതെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം സുമിത്രയും ആ ഒരു ക്രിമിനൽ ലോയറിനെ കാണിക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ എന്നെ വിളിപ്പിച്ചത്? എൻ്റെ സ്വർണവും പണവും കൊണ്ടുപോയിട്ട് പിന്നെ മുങ്ങി നടക്കുകയാണല്ലേ? മാഡം, ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ വന്നത് നിങ്ങൾക്ക് കൂടുതൽ ലാഭം തരുന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. സ്വർണ്ണമൊക്കെ ഞാൻ എടുത്തു, പക്ഷേ അതിന് ഇരട്ടിയായിട്ടുള്ള സാധനം വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും സാഗർ കുടുംബത്തെ തകർക്കാൻ ഇപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും നമുക്ക്, പക്ഷേ സാഗർ കുടുംബത്തിനകത്ത് നിന്ന് ഒരു മുറിവേറ്റൊരു പാമ്പ് അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൂടെ വേണം നമുക്ക് പക വീട്ടാനെന്ന് പറയുന്നുണ്ട്. ആരാണ്? കൃഷിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാനസ പറഞ്ഞൊരു പെണ്ണിൻ്റെ കാര്യമാണ് പറയുന്നത്. അവളിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൾക്ക് അങ്ങനെ പകയാണ്. അപ്പോഴത്തേനും കൃഷിയുമായിട്ടുള്ള ഒരു കല്യാണം നടത്തിയിട്ട് അവൾ ഇതിനകത്ത് കയറ്റി വിട്ടാൽ, മേഡം പറയുന്നത് പോലെ ചരട് മുറുക്കി കൊടുത്താൽ അവൾ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ അവരെ കൊല്ലാതെ നമുക്ക് കൊല്ലാൻ സാധിക്കുമെന്ന് പറയുന്നു. കൃഷിന് അവളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ. അതിന് സാഗറിന് കൃഷി മാത്രമല്ലല്ലോ മകനായിട്ടുള്ളത്, ബലരാമനല്ലേ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മാനസയെ ബലരാമനായിട്ട് അടുപ്പിക്കണം, എന്നിട്ട് വേണം ആ വീട്ടിലേക്ക് കയറ്റി വിടാൻ. മൂത്ത മകനാണെന്ന് അറിഞ്ഞ ആ നിമിഷം സാഗർ എന്തായാലും ബലരാമനെ അവിടെ സ്വീകരിക്കും, അവൻ്റെ വിവാഹം നടത്താനും ശ്രമിക്കും. അങ്ങനെ വേണം മാനസയെ കൊണ്ട് ബലരാമൻ്റെ കല്യാണം കഴിപ്പിക്കാൻ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും എങ്ങനെ അതൊക്കെ സാധിക്കും? അതൊക്കെ സാധിക്കും മാഡം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാനസിയെ ഒന്ന് വിളിക്കണം, എന്നിട്ട് അവളോട് കാര്യങ്ങൾ പറയണം. മാനസിയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ, അതും പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. അവൾ വിളിച്ച് സംസാരിച്ച് അവൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവൾ ചെയ്യും. കൃഷിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവൾക്ക് കൃഷിനോടുള്ള പകയും ആ വീടിനോടുള്ള പകയുമാണ് തീർക്കേണ്ടത്.
കൃഷിനെ കിട്ടണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എന്നാലും ബലരാമനിലൂടെ അത് നമുക്ക് സാധിച്ചെടുക്കാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബലരാമൻ സാഗറിൻ്റെ മകനാണെന്നുള്ളത് റിലീവ് ചെയ്യണം, നമുക്ക് പുറത്ത് പറയണം, എന്നാലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ സ്വർണ്ണമൊക്കെ വക്കീൽ തന്നെ വെച്ചോ, കാരണം ഇപ്പം എനിക്കൊരു സ്വർണ്ണ ഖനി തന്നെ കിട്ടിയല്ലോ, ഇനി ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറയുന്നു. പിന്നീട് കൺമണിയാട്ടോ കാണിക്കുന്നത്. കൺമണിയാണെങ്കിലോ വിഷമത്തോടു കൂടി ഇരിക്കുകയാണ്. തനിക്ക് പാരീസിൽ പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടു, മാത്രമല്ല ലോകത്ത് മൊത്തം ഞാനൊരു മാനക്കേട് ഉണ്ടാക്കിയവൾ എന്ന രീതിയിൽ അങ്ങനെ ധനലക്ഷ്മി വരുന്നുണ്ട് കേട്ടോ. മോളെ, എനിക്ക് നിന്നെ കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്, ഇന്ന് രാത്രി ഇടുപ്പോളം ഞാൻ കണ്ണടച്ചില്ല മോളുടെ വിധി ഓർത്തിട്ട്. കണ്ടോ, സദ്യ പോലും കഴിക്കാതെ എൻ്റെ മോൾ ഇറങ്ങിപ്പോയില്ലേ എന്ന് പറയുന്നുണ്ട്. നിർത്തി നിങ്ങളുടെ അഭിനയം, നിങ്ങൾ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങളുടെ ഒരു സ്വർണവും പണവും കാരണം മനുഷ്യന് ഒരു സമാധാനം കിട്ടിയിട്ടില്ല. ഞാനൊന്നും ചെയ്തില്ലല്ലോ, വരുണുമായിട്ട് ഒത്ത് നിങ്ങളാണ് ഇതൊക്കെ എല്ലാം കളിക്കാനായിട്ട് നിന്നത്, അതെനിക്ക് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അയ്യോ, ഞാനതൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോഴത്തേനും അച്ഛനങ്ങോട്ട് വരുന്നുണ്ട്. ധനലക്ഷ്മി, നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുക വേണ്ടത്, പിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ച് നിന്നെ അവിടെ പിടിച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ ഞാൻ പറയുന്നതിനാണോ കുറ്റം, ഇവളെ ചെയ്തതിനൊന്നും ഒരു കുറ്റമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ അണപ്പല്ല ഞാൻ അടിച്ച് തകർക്കും എന്ന രീതിയിലൊക്കെ കൺമണി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീട്ടിലാണ്, അതായത് സാഗറിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. അങ്ങനെ സുജു വന്നിട്ട്, മോനെ എന്തായി കൺമണിയുടെ കാര്യം, അവൾക്ക് ജാമ്യം കിട്ടിയല്ലേ? അവൾക്ക് ജാമ്യം കിട്ടി, അവളെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കി. പക്ഷേ അവിടെ വെച്ച് ഞാനൊരു കാര്യം അവളോട് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്, എൻ്റെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന്. എന്തൊക്കെയാണ് നീ പറയുന്നത്? എനിക്ക് കൺമണി വിവാഹം കഴിക്കണം. ഇനി അത് മറച്ചു വെച്ചിട്ടോ പിടിച്ചു വെച്ചിട്ടോ കാര്യമില്ല. ഇനി സമയം അധികം വൈകിക്കാനുമില്ല. മാനസയെ ഇവിടുന്ന് പറഞ്ഞയച്ചോ, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട, എനിക്ക് എൻ്റെ കൺമണിയെ മതി എന്ന് പറയുന്നു. എന്താ കൃഷി നീ പറയുന്നത്? കാരണം ഒരു പെൺകുട്ടിക്ക് സ്നേഹവും അതുപോലെ തന്നെ പ്രതീക്ഷയും കൊടുത്തിട്ട് അവളെ വേണ്ട എന്ന് പറയുന്നു. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് അമ്മേ. കാരണം കൺമണിയാണ് ഞാൻ സ്നേഹിച്ചത്, വാക്ക് കൊടുത്തത്, അവളുമായിട്ട് ജീവിക്കണമെന്ന് ഉറപ്പ് കൊടുത്തത്, അല്ലാതെ മാനസയ്ക്കല്ല. മാനസ സ്വയം സ്വപ്നം കണ്ടതല്ലേ. എൻഗേജ്മെൻറ്റ് നടത്തിയപ്പോൾ മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ മാനസികമായിട്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന്. പക്ഷെ ആരും കേട്ടില്ല. അപ്പോൾ തന്നെ ആൻറ്റിയും വരുന്നുണ്ട്. നിൻ്റെ ഈ ഒരു മനസ്സിലിരിപ്പ് കയ്യിൽ വെച്ചാൽ മതി കൃഷി, മാനസികയൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് നിന്നോടൊപ്പമായിരിക്കും, അതെനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നു. അത് നടക്കില്ല ചേച്ചിയമ്മേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസിക ഇഷ്ടമല്ല, അവളെ എനിക്ക് വേണ്ട, എനിക്ക് അവളെ സ്നേഹിക്കാനും സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചത് അവളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അവളുടെ ഓരോരോ പ്രവൃത്തികളും നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് കൺമണിയെ മതി, കൺമണിയെ കെട്ടിയേ ഞാൻ അടങ്ങുള്ളൂ എന്ന രീതിയിൽ പറയുന്നു. അപ്പോഴത്തേനും സാഗർ അവിടെ വരുന്നുണ്ട്. അനിയൻകുട്ടാ, നീ കണ്ടില്ലേ, ഇതിനെക്കുറിച്ച് നിനക്കൊന്നും തന്നെ പറയാനില്ലേ? ഇവൻ എന്തൊക്കെ വിളിച്ച് പറയുന്നത് നീ കേട്ടില്ലേ? മാനസയെ വേണ്ട എന്നുള്ളത്, കൺമണി വേണ്ട മതിയെന്ന്. കൺമണിക്ക് എത്ര മഹത്വമാണ് ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനസ അവളൊരു പാവല്ലേ എന്ന് പറയുന്നുണ്ട്. അവൾ പാവമൊന്നുമല്ല ആൻറ്റിയമ്മേ, അവൾ കുറഞ്ഞ ബുദ്ധിക്കാരിയാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ സാഗറാണെങ്കിലോ ഒരക്ഷരം പോലും പറയുന്നില്ല. കാരണം സാഗറിനറിയാം മാനസ ഒരു ഉടായിപ്പാണെന്നുള്ളത്, കൺമണിയാണ് നല്ലത് എന്നുള്ളത്. പക്ഷേ ഒന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമമായിട്ട് കാണാം.